നമസ്കാരം. സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിലിരുന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്. അതിൽ ചന്ദനത്തിരി നിർമ്മിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ചന്ദനത്തിരി ഇനി വീട്ടിൽ നിർമ്മിച്ച് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ അതിൻ്റെ വിശദാംശങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത റിയൽ ടൈം അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചന്ദനത്തിരി എന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പല സാഹചര്യങ്ങളിൽ ചന്ദനത്തിരി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചന്ദനത്തിരിയുടെ സാധ്യതയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഗൂഗിളിൽ കുറച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയത് ഏകദേശം ചന്ദനത്തിരി ഉപയോഗിക്കുന്നതിന് 70% ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്ന് തോയ്പാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ സാധ്യതയുണ്ടോ? അത്രയും സാധ്യത ഇന്ത്യയിലുണ്ട്. 3000 കോടിയുടെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ചന്ദനത്തിരി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ശരിക്കും. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. എല്ലാവരും പറയുന്നത് ചന്ദനത്തിരിക്ക് വലിയ മാർക്കറ്റ് ഉണ്ടോ? അങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ട്ഫുള്ളാണ് ശരിക്കും. അപ്പോൾ ആർക്കും ഡൗട്ട് വേണ്ട, അതൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം എന്നറിയോ? ഒരു വരുമാനം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും നമ്മളെ സഹായിക്കാൻ പറ്റും. ലൈക്ക് നമ്മുടെ മക്കൾക്ക് സഹായിക്കും. മക്കൾ ചിലപ്പോൾ 16-17 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ രീതിയിലുള്ള സപ്പോർട്ട്, ഹെൽപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു തരാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ 16-17 വയസ്സിലൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾക്കല്ല ഒരു പാഠപുസ്തകം പോലെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ സപ്പോർട്ടായിട്ട് അവരെ കൂട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവർ ചെറുപ്പകാലത്ത് തന്നെ അവരെ എക്സ്പെർട്ടൈസ് ആക്കാൻ പറ്റുന്നതാണ് ഓരോ ചെറിയ ബിസിനസ്സിൽ. മക്കളുടെ കാര്യം മാത്രമല്ല, വീട്ടിൽ വീട്ടമ്മമാരുണ്ടാവും. ഒട്ടുമിക്ക വീട്ടമ്മമാർ വീട്ടിൽ ഫ്രീ ആണ്. അവർ ഒരുപാട് സമയം അവർക്ക് ഫ്രീ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യുക, നിർഭാഗ്യവശാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ചെയ്യാൻ കൂടി ഒരു ഐഡിയ കൂടിയാണ് ഇത്. അതുപോലെ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് വീട്ടിലിരുന്ന ഒരു കുടിയുള്ള വ്യവസായം പോലെ ഒരു ഫേമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ ഇൻഡസ്ട്രി, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഇതൊക്കെ ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ ഒരു 5 years പീരീഡിൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എത്രത്തോളം പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യുന്നത്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. അഗർബത്തി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള അഗർബത്തീസ് ഉണ്ട്. ഒന്ന് പെർഫ്യൂംഡ് അഗർബത്തികളുണ്ട്, മസാല അഗർബത്തി ഉണ്ട്, പ്ലെയിൻ അഗർബത്തി ഉണ്ട്, മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് അഗർബത്തി ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ മൊസ്കിറ്റോനൊക്കെ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് അഗർബത്തി ഉണ്ട്, കത്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പല ടൈപ്പ് അഗർബത്തീസ് ഉണ്ട്. അഗർബത്തീസ് മാനുഫാക്ചർ ചെയ്യുന്ന 2 മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഡിപ്ഡ് അഗർബത്തീസ്, മസാല അഗർബത്തീസ്. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ, അതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ, അതിൻ്റെ കെമിക്കൽസ് കാര്യങ്ങൾ, റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വരുന്നത്, അഗർബത്തി പ്രിമിക്സ് മിക്സ് പൗഡർ, അതുപോലെ ബാംബൂ സ്റ്റിക്സ്, പെർഫ്യൂം, DEP ഓയിൽ, പാക്കിംഗ് സച്ചറ്റ്, അതുപോലെ ബോക്സുകൾ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിന് ആവശ്യം വരുന്നത്. മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജി, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത് കാണുന്നത്. ഇതെങ്ങനെ ഗവൺമെൻറ് പ്രൊജക്റ്റുമായിട്ട് കണക്റ്റഡ് ആവും എന്ന് നമുക്ക് നോക്കാം. ഇതതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടാണ്. പ്രൊജക്ട് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, ഇതിൻ്റെ മെഷീനറീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ടാണ്. ഈ പ്രൊജക്ട് റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ടിക്കിളെല്ലാം ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, പിൻ ചെയ്ത് വെക്കാം. അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഏത് പ്രോജക്റ്റിലാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അഗർബത്തി മേക്കിംഗ് പ്രോജക്റ്റ് അണ്ടർ ദ ഗ്രാം ഉദ്യോഗ് വികാസ് യോജന, ഗ്രാം ഉദ്യോഗ് വികാസ് യോജന GVY എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ അണ്ടറിലാണ് ഇത് വരിക. ദ സ്കീംസ് എയിംസ് ദ റിവൈവ് ദ അഗർബത്തി ഇൻഡസ്ട്രി ഇൻ ദ കൺട്രി, ഇൻക്രീസിങ് ദ ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ ഓഫ് ദ അഗർബത്തി ദർബൈ ദ റെഡ്യൂസിങ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ 70% ഇമ്പോർട്ട് ചെയ്യുകയാണ്. 3000 കോടിയുടെ ഇൻഡസ്ട്രിയാണ്. എനിക്കൊന്ന് 400 കോടി സംതിങ് എന്നാലും ഇവിടുന്ന് മാനുഫാക്ചർ സംതിങ് ചെയ്യുന്നുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യാതെ നമ്മൾ ഈ രാജ്യത്തേക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് ബാക്കിയുള്ളവ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം. പക്ഷെ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. പലരും ഈ അഗർബത്തി ചന്ദനത്തിരി എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനെ ഒരു വളരെ ലോക്കലായിട്ടൊക്കെ കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അഗർബത്തി വലിയൊരു ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയാണ്. നല്ല ബ്രാൻഡ് ചെയ്ത് നല്ല പെർഫ്യൂം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് വൻ ഹിറ്റായിട്ട് മാറുക തന്നെ ചെയ്യും. നല്ല റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അത് എക്സ്പോർട്ട്
എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും, കുടിൽ വ്യവസായം പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് അപ് ടു 35% വരെ നമുക്ക് സബ്സിഡി കൂടി കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ വലിയൊരു MSME പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോജക്റ്റ് GVY സ്കീം, ഈ സ്കീം വഴിയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. ഇനി എങ്ങനെ നമുക്ക് ട്രെയിനിങ് കിട്ടും, എങ്ങനെ ഈ ഫണ്ട് കിട്ടും, ലോൺ എങ്ങനെ എടുക്കാം, എല്ലാത്തിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇനി പറയാം. ആദ്യമായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് കണ്ടോ. ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ദ റെസ്പോണ്ടിങ് ടു ദ അഡ്വർടൈസ്മെന്റ് ഇൻവൈറ്റിംഗ് ദ ആപ്ലിക്കേഷൻസ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസ് SHGs ടു റിസീവ് ദ ട്രെയിനിങ് മെഷീൻസ് എക്സെട്രാ ടു ദ അഡ്വർടൈസ്ഡ് ദ സ്റ്റേറ്റ് ഡിവിഷണൽ ഡയറക്ടേഴ്സ് KYC ലോക്കലി ത്രൂ ദ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. ഫൈൻ. ഇവർ പറഞ്ഞു വരുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഇവരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട വ്യക്തികൾ. പലപ്പോഴും അഗർബത്തി മേക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇവർ ജില്ലാ വ്യവസായ ഓഫീസുകളോ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസിനോ അടുത്തുള്ള ഖാദി ബോർഡിൻ്റെ ഓഫീസിലോ പോയി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എവിടെയാണ് ഈ കോഴ്സ് നമുക്ക് ഇപ്പോൾ നിലവിൽ പ്രസൻ്റ്ലി ഉള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ കോഴ്സ് തുടങ്ങുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തെവിടെയും നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. കോഴ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഖാദി ബോർഡിലോ അല്ലെങ്കിൽ ജില്ലാ വ്യവസായ ഓഫീസറിനോ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസറിനോ പോയി കാണുക. എന്നിട്ട് പറയുക, ഞാൻ അഗർബത്തി മേക്കിംഗ് പ്രോജക്റ്റ് അണ്ടർ ദ ഗ്രാം ഉദ്യോഗ് വികാസ് യോജനയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രോജക്റ്റ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഇത് അഗർബത്തി ഉണ്ടാക്കാൻ പോലും അറിയാം, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, ഇത്ര എക്സ്പെൻസ് വേണം, ഇത്ര മെഷീനറീസ് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ പുള്ളിയോട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതിന് ഐഡിയ കാര്യങ്ങളുണ്ടാവും. കാരണം പ്രോജക്റ്റിനെ കുറിച്ച് ഐഡിയ അവർക്കും ഉണ്ടാവും. അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാങ്ഷൻ അവർ തരും. എത്രയാണ് പ്രോജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അത് നിങ്ങൾ ജില്ലയിൽ ഒരു ജില്ലയിൽ നിങ്ങൾ പഞ്ചായത്ത് ഏരിയ ആണ് നിങ്ങൾക്ക് 35% വരെയും, മുനിസിപ്പാലിറ്റി ഏരിയ ആണ് നിങ്ങൾക്ക് 25% വരെ അവർക്ക് സബ്സിഡി തരാൻ പറ്റും. പ്ലസ് ട്രെയിനിങ് അവർക്ക് തരാൻ പറ്റും. ഇതിൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജീനെ കുറിച്ചും അതിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചും അതിൻ്റെ മെത്തഡോളജീനെ കുറിച്ചും കംപ്ലീറ്റ് പഠിപ്പിക്കുന്ന ഒരു പ്രോപ്പർ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. ആ ട്രെയിനിങ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. ഫ്രീ ട്രെയിനിങ് ആയിരിക്കും, ഫുഡ് ഉണ്ടാവും, അക്കോമഡേഷൻ ഉണ്ടാവും, എല്ലാ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എല്ലാ കാര്യവും ഉൾപ്പെടെ നിങ്ങൾക്ക് അവർ തരും. അത് കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലോണും അവർ തന്നെ തരും. നിങ്ങൾക്ക് മാർജിൻ ഇനീഷ്യലി ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു 10% ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടുള്ള കാര്യം. ഇനി അതും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള മാർജിൻ മണി കൂടി തരുന്ന പദ്ധതി കൂടി ഉണ്ട്, അതുകൂടി അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ പോകേണ്ടത് ജില്ലാ വ്യവസായ ഓഫീസിലേക്ക്, ഒരു താലൂക്ക് വ്യവസായ ഓഫീസ് അല്ലെങ്കിൽ ഖാദി ബോർഡിൻ്റെ തൊട്ടടുത്തുള്ള ഓഫീസിൽ പോയിട്ട് പറയണം, GVY സ്കീം, ഗ്രാം ഉദ്യോഗ് വികാസ് യോജന സ്കീം പ്രകാരം അഗർബത്തി മേക്കിംഗ് പ്രോജക്റ്റ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ വേറെ എവിടെയും ഏജൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് നേരിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഈ ഒരു സാമ്പിൾ പ്രോജക്റ്റ് റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് അതൊന്നൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്തിട്ട് ഒന്നെല്ലാം വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിന് ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കുക. യൂട്യൂബിൽ കുറേ വീഡിയോ കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് മെത്തേഡാണ് ചന്ദനത്തിരി നിർമ്മാണം എന്ന് പറയുന്നത്. വലിയ ബിഗ് ബില്യൺ ഇൻഡസ്ട്രിയാണ്. എനിവേ ഈ വീഡിയോ കണ്ട എല്ലാ ആൾക്കാരോടും താങ്ക് യു സോ മച്ച്. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.